നോബിയുടെ തൊടുപുഴയിലെ വീട്ടിൽ ഗാർഹിക പീഡനമടക്കം അനുഭവിച്ചിരുന്നു. അതിനുശേഷം തുടർച്ചയായി നോബിയും വീട്ടുകാരും ഷൈനിയെ മാനസികമായി ഒക്കെ തന്നെ ഭീഷണിപ്പെടുത്തുകയും ഈ ഉണ്ടായിട്ടുള്ള പ്രകോപനം മാത്രമല്ല, ഇത് കഴിഞ്ഞ രാത്രി 10:30 ആ വാട്സപ്പ് കോളിലൂടെ നോബി ഷൈനിയെ വിളിച്ചിട്ട് പറഞ്ഞത് തലേന്ന് രാത്രിയിൽ ഏറ്റവും പ്രൊവോക്കേഷൻ ഉണ്ടായിട്ടുള്ള 3 കാര്യങ്ങൾ ഇത് തന്നെയാണ് പോലീസ് ഇപ്പോൾ പ്രധാനമായും കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ. സന്തോഷത്തിന് കാരണം മറ്റൊന്നുമല്ല, ഷൈനി ചേച്ചിയെയും കുഞ്ഞുങ്ങളുടെയും മരണത്തിന് കാരണമായ സംഗതികളെക്കുറിച്ചൊക്കെ പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് എൻ്റെ സന്തോഷത്തിനൊരു കാരണം തന്നെ. കാരണം ഈ കേസ് എവിടെ എത്താതെ പോകുമല്ലോ എന്നോർത്തൊക്കെ വിഷമം ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കേസൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഷൈനി ചേച്ചിക്കും കുഞ്ഞുങ്ങൾക്കും ഒരു നീതി കിട്ടും എന്ന തരത്തിലേക്ക് എത്തും എന്നൊരു ധൈര്യം ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ സന്തോഷം നിങ്ങളോടുകൂടി പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കിയതുപോലെ തന്നെ 9 മാസമായി ഷൈനി ചേച്ചി അനുഭവിച്ചിരുന്ന പീഡകൾ അത് ചെറുതൊന്നുമല്ല. ഈ ഗാർഹിക പീഡനങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് പലതും പെടും. അത് അനുഭവിച്ചവർക്കറിയാം. എന്നാലും ഉപദ്രവിച്ചു എന്ന് പറയുമ്പം ചിലരെയൊക്കെ മനസ്സിലായത് അവൾ സഹിച്ച് നിൽക്കണം, അത് അവൾ ഒരു വീട്ടിൽ ചെന്നതല്ലേ, കുഞ്ഞുങ്ങളൊക്കെ ആയില്ലേ, സഹിച്ച് നിൽക്കണം എന്നൊക്കെ പറയുമല്ലോ. അതൊക്കെ വെച്ച് ചിന്തിക്കുമ്പോൾ ഈ ചേച്ചി അനുഭവിച്ചിരുന്നത് ഒരു കൊടിയ പീഡനങ്ങൾ തന്നെയായിരുന്നു. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇവർക്കൊരു പ്രതിഫലം എന്ന് പറയുന്നതൊന്നുമില്ല. കാരണം ഒരു വരുമാനം കയ്യിലേക്ക് വന്നിട്ട് അത് സ്വാതന്ത്ര്യത്തോടെ ഉപയോഗിക്കാനോ ഒന്നും പറ്റില്ല. ഒരു തികച്ചൊരു അടിമ എങ്ങനെ ഒരു വീട്ടിൽ കഴിയുന്നു എന്ന് പറയുന്ന പോലെയായിരുന്നു ചേച്ചിയുടെ ജീവിതം. അപ്പോൾ അവർ പറമ്പിൽ പണിയെടുക്കണം, സുഖമില്ലാത്ത അപ്പനെ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കുഞ്ഞുങ്ങൾ 3 പേരുടെ കുഞ്ഞുങ്ങളുണ്ട്, അതുങ്ങളുടെ പഠിപ്പ്, അതിനുവേണ്ട സാമ്പത്തികമൊക്കെ കണ്ടെത്തണം. ഇതിനെല്ലാം പുറമെ ഇവരുടെ അച്ഛനായ ബോബി എന്ന് പറഞ്ഞ അച്ഛൻ ഈ മട്ടുപ്പാവിൽ വന്നിരിക്കുവാണ്. അപ്പോൾ അവരുടേതായ കാര്യങ്ങൾ അവരെ പോഷിപ്പിക്കണം, അവരെ സന്തോഷിപ്പിക്കണം. അതിനൊക്കെ പുറമെ ഇവരെ ഈ ചേച്ചിയെ കൊണ്ട് ലോണും എടുപ്പിച്ചു. അപ്പോൾ അവരുടെ ഒരു പ്രഷർ അല്ലെ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലപ്പുറമാണ്. കാരണം ഇവർക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ വിചാരിക്കുക ആ വരുമാനത്തിലെങ്കിലും പിടിച്ചു നിൽക്കാന്ന്. ഇപ്പോൾ ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് മനസ്സിലാവും, നിങ്ങൾ എത്ര പ്രഷർ ഉണ്ടെങ്കിലും നിങ്ങൾ ജോലി ചെയ്യുന്ന മാസം അവസാനം നിങ്ങൾക്കൊരു തുക കിട്ടും എന്നുള്ള ധൈര്യത്തിൽ നമ്മൾ ജോലി ചെയ്തു പോകും, കുഴപ്പമില്ല, സാരമില്ല. അപ്പൊ ഇവരെന്ന് പറയുമ്പോൾ ഈ ചേച്ചിക്ക് അങ്ങനെ ഒരു പിടിവള്ളി ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് അത് ഒട്ടും സഹിക്കാൻ പറ്റാതെ വന്നത്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടോ ഇവരുടെ ശല്യം സഹിക്കാൻ പറ്റുള്ള അറിയാ. ഈ നോബിയുടെ നിരന്തരം ഭീഷണിയാ. നീ പോയി ചാകടി, നീ എന്തിനു ജീവിച്ചിരിക്കുക, നിനക്ക് 1 രൂപ ഞാൻ തരത്തില്ല, നിനക്ക് ഞാൻ ഡൈവോഴ്സ് തരത്തില്ല. ഈ തരത്തിലുള്ള സംസാരങ്ങൾ കൊണ്ട് അവരെ ഇങ്ങനെ നിരന്തരം ഡൗൺ ആക്കിക്കൊണ്ടിരുന്നു. ഒരു തരത്തിലും അവർക്ക് രക്ഷപ്പെട്ട് പുറത്തു വരാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പ്രഷർ കുക്കറിനകത്തേക്ക് നമ്മൾ മനുഷ്യ ജീവനോടെ കയറ്റി വെച്ചാൽ എങ്ങനെയായിരിക്കും അവസ്ഥ? അതുപോലത്തെ ഒരു എന്താ പറയുക, പൊളയുക എന്ന് പറയത്തില്ലേ, അതുപോലെ പൊളഞ്ഞ് അവർ ജീവിക്കുമായിരുന്നു. അങ്ങനെ നിരന്തരമായി ഈ നോബിയുടെ ഭീഷണിയും അവരുടെ സമ്മർദ്ദവും അവരുടെ വീട്ടുകാരുടെ പോരും എല്ലാം കൊണ്ട് ഇവർ മടുത്തു. ചുറ്റും അടച്ചു കെട്ടിയിട്ട് നീ എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിക്കിടി, കാണിച്ചു തരാടി എന്ന് പറയുന്ന പോലെ അങ്ങനെ നോബിയുടെ നിരന്തരമായ ഭീഷണിയായിരുന്നു. നീ എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിച്ചോ, നീയും പിള്ളേരും പോയി ചത്തോടി, എൻ്റെ പിള്ളേരുടെ ശവം കാണാനായി ഇനി ഞാൻ നാട്ടിലേക്ക് വരുവുള്ളൂ എന്നൊക്കെയാണ് നോബി വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. എന്നിട്ട് പുള്ളി അത് നൈസായിട്ട് ഫോണിൽ നിന്നൊക്കെ അങ്ങ് മായ്ച്ചു കളഞ്ഞാൽ ആരും അറിയില്ല എന്ന് വിചാരിച്ചു. ഇപ്പം മനസ്സിലായില്ലേ എന്തിനാണ് ഷൈനി ചേച്ചിയുടെ കുടുംബക്കാരിയായിരുന്നു അവരുടെ ഫോണൊക്കെ ഒളിപ്പിച്ചു വെച്ചതെന്ന്. ഇവരുടെ കയ്യിൽ തെറ്റുണ്ട്. ആ തെറ്റ് ലോകം അറിയാതിരിക്കാനാണ് അവരങ്ങനെ ചെയ്തത്. പോലീസുകാർക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട് പറയണം, ആ കേസ് കൈകാര്യം ചെയ്തവർക്കൊക്കെ. അതോളെങ്കിലും നിങ്ങൾക്ക് അത് പുറത്തു കൊണ്ടുവരാൻ സാധിച്ചല്ലോ. എന്തായാലും ആ വീഡിയോയിലേക്ക് പോകാം. ഏത് തരത്തിലാണ് നോബി ഷൈനി ചേച്ചി ഇത്രമാത്രം അമർച്ച ചെയ്തത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു കേസിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഉണ്ട്. അത് നമുക്ക് കണ്ടു നോക്കാം. കോട്ടയത്ത് ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ ഷൈനിയുടെയും മക്കളുടെയും മരണം, അതിലേക്ക് എത്തിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതാണ്. ഭർത്താവ് നോബിയുടെ ഇതിലെ പങ്ക് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അതിപ്പോൾ പുറത്തു വരികയാണ്. നോബിയുടെ തൊടുപുഴയിലെ വീട്ടിൽ ഗാർഹിക പീഡനമടക്കം അനുഭവിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ജൂൺ 9-ാം തീയതി 2024 ജൂൺ 9-ാം തീയതിയാണ് അവിടെ ശാരീരിക മാനസിക പീഡനങ്ങളൊക്കെ അനുഭവിച്ചതിനെ തുടർന്ന് സ്വന്തം വീട്ടിലേക്ക് ഷൈനി പോരുന്നത്. ഈ അവിടെ നിന്ന് ഇറങ്ങി സ്വന്തം വീട്ടിലേക്ക് പോകുന്നതിന് ശേഷം തുടർച്ചയായി നോബിയും വീട്ടുകാരും ഷൈനിയെ മാനസികമായി ഒക്കെ തന്നെ ഭീഷണിപ്പെടുത്തുകയും അവരെ അസ്വസ്ഥമാക്കുകയും ചെയ്തതിന്റെ ഒരു ഫലമാണ്. അതായത് ഈ തലേന്ന് ഉണ്ടായിട്ടുള്ള പ്രകോപനം മാത്രമല്ല, ഇത് കഴിഞ്ഞ 9 മാസമായി ഈ സമ്മർദ്ദം ഇങ്ങനെ തുടരുകയായിരുന്നു. 28-ാം തീയതിയാണ് ഷൈനി മരിക്കുന്നത്. 27-ാം തീയതി രാത്രി 10:30 ആ വാട്സപ്പ് കോളിലൂടെ നോബി ഷൈനിയെ വിളിച്ചിട്ട് പറഞ്ഞത്, നീ നിന്റെ 2 മക്കളെയും വെച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നോടി, ഇനി ഞാൻ നാട്ടിലേക്ക് വരണമെങ്കിൽ നീയും നിന്റെ മക്കളും ചത്താലേ വരുള്ളൂ, എന്നെ ദ്രോഹിക്കാതെ നിനക്കും മക്കൾക്കും പോയി ചത്തുകൂടെ. ഈ 3 വാചകങ്ങളാണ് പ്രധാനമായും ഏറ്റവും ഒടുവിലായി. അതായത് തലേന്ന് രാത്രിയിൽ ഏറ്റവും പ്രൊവോക്കേഷൻ ഉണ്ടായിട്ടുള്ള 3 കാര്യങ്ങൾ ഇത് തന്നെയാണ് പോലീസ് ഇപ്പോൾ പ്രധാനമായും കോടതിയിൽ പറഞ്ഞത്. പുള്ളിക്ക് ഇപ്പോൾ ഒരു സമാധാനമായിട്ടുണ്ട്. ഏകദേശം നാട്ടുകാർക്ക് ഒരു ആശ്വാസമുണ്ട്. ഇനി പോലീസുകാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഇവന്റെ കോടതി കൊണ്ടുപോയിട്ട് ഇവന്റെ തലയിലേക്ക് അങ്ങോട്ട് കൊലപാതക കുറ്റവും കൂടി അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഇവന് അവിടെ തന്നെ കിടക്കണം. ഇവനെയൊക്കെ നല്ല പെടപടച്ച് ജയിലിൽ തന്നെ ഇടണം, പുറം ലോകം കാണിക്കരുത്. ഇവനെ മാത്രമല്ല ഇവന് കൂട്ടുനിന്ന് അച്ഛനെയും കുഞ്ഞുങ്ങളെയും ജീവിക്കാൻ സമ്മതിക്കാത്ത ആ കള്ളപ്പാതിരീനെ വരെ
ഇവരെയൊക്കെ ഇങ്ങനെ ശിക്ഷയ്ക്ക് കൊണ്ടുവരണം. ഇവരുടെ ഇതെല്ലാത്തിനും കൂട്ടു നിൽക്കുന്നവരുണ്ടല്ലോ, അതിപ്പോൾ അമ്മയായാലും ശരി പ്രായമുള്ളവരായാലും ശരി, അവരും ഒരു മരുമോളായിരുന്നു ഈ അമ്മായിയമ്മ എന്ന് പറയുന്നവള്. അവരും ഒരു മരുമോളായിട്ട് വന്നവളാണ്, മരുമോളായി ജീവിച്ചവളാണ്. അവരുടെ മകള് എന്തുകൊണ്ടാണ് ഡൈവോഴ്സ് ചെയ്ത് വീട്ടിൽ വന്നിരിക്കുന്നത്? അവരുടെ വീട്ടിൽ പ്രശ്നങ്ങൾ കാണത്തില്ലേ? അപ്പോൾ മനസ്സിലാക്കണ്ടേ, സ്വന്തം മകള് ഞാനും ഒക്കെ ഒരു വീട്ടിലെ ഒരു മരുമോളായിട്ട് ചെന്നതായിരുന്നു. അപ്പോൾ ആ ഞങ്ങളുടെ വീട്ടിൽ വരുന്ന പെണ്ണിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവളെ ഒരു സംരക്ഷിക്കണം, ഇല്ലെങ്കിൽ അവൾ എവിടെ പോകും? അവള് 3 കുട്ടികളെ പ്രസവിച്ചു. ആ 3 കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ചോരയാണെന്നുള്ള തോന്നൽ അവർക്ക് വേണ്ടേ? ഇങ്ങനെ ഇല്ലാത്തവർക്ക് നല്ല അടി കൊടുത്തിട്ടാണെങ്കിലും ശരി, കഠിന ശിക്ഷ കൊടുത്തിട്ടാണെങ്കിലും ശരി, ഇവർക്കൊരു മാതൃകാപരമായിട്ട് ഇവരെ ശിക്ഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എന്നാൽ മാത്രമാണ് മറ്റുള്ളവർക്ക് അത് മനസ്സിലാകത്തുള്ളൂ. ഇനി ഒരാളെ ഉപദ്രവിക്കാനോ ഇനി ഒരാളെ മാനസികമായി തകർക്കാനോ ആരെങ്കിലും ശ്രമിച്ചാൽ ഈ ഷൈനി ചേച്ചിയുടെ കുഞ്ഞുങ്ങൾ അവരുടെ കൺമുമ്പിൽ ഓർമ്മയായിട്ട് വരണം. അതുപോലെ ശിക്ഷ ഇവർക്ക് കൊടുക്കണം. എന്നാൽ മാത്രമാണ് നടക്കത്തുള്ളൂ കാര്യങ്ങൾ. നമ്മുടെ നാട്ടിൽ ശിക്ഷയൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇവിടെ കൊലപാതകങ്ങളും മറ്റുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ഇങ്ങനെ കൂടുന്നത്. ഇവരൊക്കെ പുല്ല് പോലെയല്ലേ, നിസ്സാര പൂ പറിക്കുന്ന പോലെ ഓരോരുത്തർ ഇല്ലായ്മ ചെയ്യുന്നു എന്ന് പറയാൻ യാതൊരു മര്യാദ എന്ന് പറയുന്നത് ഇല്ലാതെയായി. അപ്പൊ ഇവരുടെ അനുഭവങ്ങൾ ഇവരെ ശിക്ഷിച്ച് മാതൃകാപരമാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം അത് തന്നെയാണെങ്കിൽ കമന്റ് ചെയ്യുക. കാരണം ആ തള്ളയുടെ ഒന്നും പ്രായം പോലും നോക്കരുത്. അവർ എന്ത് തെറ്റ് ചെയ്തോ അതേ ശിക്ഷ അവർക്ക് കൊടുക്കണം. നോബി എത്ര മാനസികമായിട്ടാണോ ഈ ചേച്ചിയും കുഞ്ഞുങ്ങളെയും പീഡിപ്പിച്ചത്, അതുപോലെ മാനസിക പീഡനങ്ങൾ അവനെയും കടത്തിവിടണം, സമ്മർദ്ദത്തിലാക്കണം. അപ്പോഴാണ് മനസ്സിലാകത്തുള്ളൂ എന്തുകൊണ്ടാണ് ഒരാൾ ഒരു മരണത്തെപ്പറ്റി ചിന്തിച്ചതെന്ന്. ആ ചേച്ചി ഒരിക്കലും മരണത്തെപ്പറ്റി ചിന്തിച്ചു എന്ന് എനിക്ക് ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ ജീവിതം അങ്ങനെയായിരുന്നു. അവർ അടിമയെങ്കിൽ അടിമ, ഞാൻ അങ്ങനെയെങ്കിലും ജീവിച്ചോളാന്ന് വിചാരിച്ച് ആ കെട്ടിയുടെ അടി കൊണ്ട് അവിടെ കിടന്നു. ഇതിന്റെ ഇടയിലാണ് ഒരു പ്രതിഫലം പോലും കിട്ടാതെ അമ്മായിയപ്പനെ നോക്കിയതൊക്കെ. ബെഡിൽ കിടക്കുന്ന ആളുടെ മലമൂത്രം എടുക്കത്തക്ക രീതിയിൽ. അതൊരു നേഴ്സ് ആയതുകൊണ്ട് മാത്രമല്ല, അത് അവരുടെ മനസ്സിന്റെ ശക്തിയും അവരുടെ നന്മയും കൂടിയാണ്. അത് മനസ്സിലാക്കാതെ പോകരുത് നിങ്ങൾ. അപ്പൊ അങ്ങനെയുള്ളവരെ ഈ പ്രായമായവരാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെയും നിയമത്തിന് മുന്നിൽ നിന്ന് രക്ഷിക്കാൻ പാടില്ല. അവരെ ഇത് തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം. അതുപോലെ ഈ പാതിരി, അയാൾ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. കാരണം എത്രയോ ജനങ്ങളുടെ മുമ്പിൽ നല്ലവനായിട്ട് നടിച്ച് എത്ര പേരുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ടാവാം. പഠിക്കുന്ന കാലത്ത് തൊട്ട് വലിയ മിടുക്കനാന്ന് എല്ലാവരും പറയുന്നത്. എന്തോ മിടുക്ക, ഇവന്റെ മനസ്സിലിരിപ്പ് ഇതല്ലെങ്കിൽ കഴിഞ്ഞില്ലേ എല്ലാം. എന്നിട്ട് ദൈവത്തിന്റെ പ്രതിരൂപമാണ് പോലും. ഒരു രീതിയിലും ഒരു ഫാദറാണെന്നോ നിങ്ങളെ ആ രീതി വിളിക്കാൻ പോലും യാതൊരു മര്യാദയില്ലാത്ത വ്യക്തിയാണ് നിങ്ങൾ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപേണ അറിയിക്കൂ. മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം. ബൈ.